ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട വെച്ചിട്ടുള്ളൊരു വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല ഫ്രഷ് വെണ്ടയ്ക്ക എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോഴിമുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. അപ്പോൾ അതേ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 1 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. ഈ ഐറ്റം ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നീ കൂട്ടിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ആരും തോരൻ വെച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം കേട്ടോ. വളരെ നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരനാണ്. നമ്മളെല്ലാവരും വെണ്ടയ്ക്ക കൊണ്ട് ഉപ്പേരി, കറി അങ്ങനെയല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു തോരൻ വെച്ച് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഓയിൽ ഇങ്ങോട്ട് വരണം കേട്ടോ. ഈ ഓയിലിൽ ഈ വെണ്ടയ്ക്കൊക്കെ നന്നായി മിക്സ് ചെയ്ത് വരണം. അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇപ്പം മൂടി വെച്ചിട്ട് കുറച്ചായി. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മഞ്ഞപ്പൊടിയുടെ ഒക്കെ കളറ് നന്നായി ഇതിൽ വെണ്ടയ്ക്കയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെച്ച 2 കോഴിമുട്ട ഇല്ലേ, ആ കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തീയൊക്കെ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ മുട്ടയൊക്കെ ഒഴിച്ചിട്ടൊക്കെ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ തന്നെ തീ കുറച്ച് വെക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവിയിൽ വേവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മുട്ട നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഗരം മസാലയും ചേർത്തപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മുടെ തോരൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.